പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരിയിലേക്ക് കിടക്കുന്നു. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. നവചമ്പക പുഷ്പാഭ, നവചമ്പകം, അതായത് എന്നും പുതുമയോടുകൂടിയിരിക്കുന്ന ചമ്പക പുഷ്പം. എന്നും പുതുമ, ന്യൂ ഫോർ എവർ ആണ്. ചമ്പകം നമ്മൾ മുൻപും പറഞ്ഞതാണ്, എല്ലായിടത്തും നിൽക്കുന്ന ഇടമെല്ലാം പരന്നു പിടിക്കുന്ന സുഗന്ധമാണ്. അമ്മയും അങ്ങനെ തന്നെയാണ്. നവചമ്പക, എന്നും പുതുമയുള്ളതാണ്. പുഷ്പാഭ, പുഷ്പം നമുക്കറിയാം. ആഭ എന്നാൽ ഗ്ലോ, അതായത് ഗ്ലോ ഓഫ് എ ഫ്ലവർ. അത് നമ്മുടെ ഭക്തി തന്നെയാണ്. അമ്മയുടെ നാസത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്, അലങ്കാരത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ഭക്തിയും നമ്മുടെ മനസ്സയും കൂടിയാണ് പറയുന്നത്. കാരണം നാസാദണ്ഡ വിരാജിത എന്നാണ് പറയുന്നത്. നാസാദണ്ഡ വിരാജിത, അമ്മയുടെ നാസം, അതായത് മൂക്ക് ശ്വാസത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്, ആണല്ലോ. മൂക്ക് എന്നാൽ ശ്വാസമാണ്. ആ ശ്വാസം നമ്മുടെ ഭക്തിയാണ്. ആ ശ്വാസം അമ്മയുടെ കരുണയും കൂടിയാണ്. അമ്മയുടെ കരുണയും നമ്മുടെ ഭക്തിയും ഒരേ നാസ്യത്തിലാണ്. അതാണ് അമ്മ നമ്മളെ എപ്പോഴും നോക്കുന്നു എന്ന് പറയുന്നത്. ദണ്ഡനം എന്നാൽ ശിക്ഷ എന്നുള്ളൊരർത്ഥവും കൂടെ ഉണ്ട്. അപ്പോൾ ശിക്ഷയ്ക്ക് അമ്മയുടെ സുഗന്ധത്തിന്റെ തഴുകലായിരിക്കും. അതാണ് ദണ്ഡവിരാജിത, വിരാജിക്കുന്നു. എവിടെ വിരാജിക്കുന്നു? എങ്ങനെ വിരാജിക്കുന്നു? താരാകാന്തി തിരസ്കാരി, സകല താരങ്ങളുടെയും തേജസ് അടക്കിയതാണ് അമ്മ. അതായത് നമ്മൾ ഒരിക്കലും ഒരു ജന്മം കൊണ്ട് കാണാനാകാത്ത, അടുക്കാനാകാത്ത താരങ്ങളുടെ തേജസ്സാണ് അമ്മ. അതായത് താരാകാന്തി തിരസ്കാരി എന്നാണ് പറയുന്നത്. ഒരിക്കലും അമ്മയുടെ തേജസ്സിനൊപ്പം ഒരു താരവും വളരില്ല. അപ്പോൾ തിരസ്കരിക്കുക, അമ്മയുടെ തേജസ് ഔട്ട്ഷൈൻ ചെയ്യും. അമ്മയുടെ തേജസ് മറ്റെല്ലാ താരങ്ങളെയും തേജസ്സിനെ താഴേക്ക് കൊണ്ടുപോകും. താഴേക്കെന്ന് വെച്ചാൽ താഴ്ന്നത് എന്നല്ല, ഔട്ട്ഷൈൻ ചെയ്യും, എക്സെല് ചെയ്യും. അമ്മയുടെ തേജസ് അത്രത്തോളമാണ്. താരാകാന്തി തിരസ്കാരി, നാസ ആഭരണ ഭാസുര. വീണ്ടും നാസ, വീണ്ടും അപ്പോൾ കരുണയും നമ്മുടെ ഭക്തിയും ചേർത്ത് വെക്കുകയാണ്. അമ്മയുടെ ആഭരണം മൂക്കുത്തി അല്ലെങ്കിൽ ആട. കാരണം സകല താരങ്ങളുടെയും താരമായ സൂപ്പർ സ്റ്റാറാണ് അമ്മ. ആ തേജസ് മുഴുവനും ഉൾക്കൊണ്ട് ജ്വലിക്കുകയാണ് വൈഭവത്തോടുകൂടി അമ്മ. എവിടെയാണ്? ശ്വാസത്തിന്റെ പ്രാണശക്തി. അതായത് ഒരു പ്രകാശത്തിന് പ്രാണനുണ്ടെങ്കിൽ ആ പ്രാണനെയാണ് നാസ കൊണ്ട് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. ആ ശക്തി നമ്മളുടെ ഉള്ളിലേക്ക് അമ്മ പ്രകാശരൂപേണ നൽകിക്കൊണ്ടേയിരിക്കും. എങ്ങനെ? നക്ഷത്രങ്ങളാൽ തല്ലും, ശ്വാസത്തിലൂടെ നൽകും, കരുണയിലൂടെ, സുഗന്ധത്തിലൂടെ അമ്മ നമ്മളെ തഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് വീണ്ടും വീണ്ടും നാസ എന്നെടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഭാസുര, ഭാസുരം എന്നാൽ ലൂമിനസ് ലൈറ്റ് എന്നാണ്. അതുകൊണ്ടാണ് സുരന്മാരെയും അസുരന്മാരെയും ലൈറ്റ് ബീയിങ്സ് അല്ലെങ്കിൽ ബീയിങ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. അത് ഈ വാക്കിൽ നിന്നാണ് വന്നത്. ഭാസുര, ലൂമിനസ് ലൈറ്റ്. നമുക്ക് ഒരു രീതിയിലും തടുക്കാനാകാത്ത, അളക്കാനാകാത്ത തേജസ്സാണ് അമ്മ. നമ്മൾ എത്ര വർണ്ണിച്ചാലും മനസ്സിലാക്കാനാകാത്ത തേജസ്. എന്നാൽ ആ അമ്മ നമ്മളുടെ ഉള്ളിലേക്ക് ശ്വാസമായി, തേജസ്സായി എന്നും വിളങ്ങിക്കൊണ്ട് നമ്മളെ കൂടെ നിൽക്കുകയാണ്. ഈ വരികൾ അതാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര. ശാന്തി ശാന്തി ശാന്തി.
അമ്മേ ശരണം. പത്മ.